തൃപ്പൂണിത്തുറയിൽ സ്ഫോടനത്തിന് കാരണമായ പടക്കമെത്തിച്ച കരാറുകാരന്റെ തിരുവനന്തപുരത്തെ 2 പടക്ക നിർമ്മാണശാലകൾക്കും ലൈസൻസ് ഇല്ലെന്ന് പോലീസ്. സ്ഫോടനത്തിന് പിന്നാലെ തിരുവനന്തപുരം പോത്തൻകോട്ടെ ഗോഡൌണിലടക്കം പരിശോധന നടത്തി. 2 വീടുകൾ കേന്ദ്രീകരിച്ചായിരുന്നു അനധികൃത പടക്ക നിർമ്മാണം. നേരത്തെ ആലൊഴിഞ്ഞ പുരയിടത്തിൽ വലിയ പടക്കങ്ങൾ കണ്ടെത്തിയിരുന്നു. പൊട്ടിത്തെറി നടന്ന ഉടൻ ഗോഡൌണിൽ നിന്ന് വലിയ തോതിൽ സാധനങ്ങൾ മാറ്റിയെന്നാണ് കണ്ടെത്തൽ. ശാസ്ത്രവട്ടം സ്വദേശി ആദർശാണ് പടക്കം പൊട്ടിക്കുന്നതിന് കരാറെടുത്തത്. MG പ്രജീഷ് തയ്യാറാക്കി റിപ്പോർട്ടിലേക്ക്. തൃപ്പൂണിത്തുറയിലെ ഉഗ്രസ്ഫോടനവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം പോത്തൻകോട്ടിലെ 2 വീട്ടിലാണ് പരിശോധന നടന്നിരിക്കുന്നത്. ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കരാറെടുത്ത ആദർശിന്റെ ഉടമസ്ഥതയിലുള്ള 2 വീടുകളിലാണ് നിലവിൽ പരിശോധന നടത്തിയത്. ആദ്യം ഈ തിരുവനന്തപുരം പോത്തൻകോട് മടവൂർപ്പാറ ക്ഷേത്രത്തിന് സമീപമുള്ള ഒരു ആളൊഴിഞ്ഞ വീടാണ് പോലീസ് പരിശോധനയ്ക്ക് എത്തിയത്. ഈ വീട്ടിൽ നിന്ന് ഈ പടക്ക നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കളൊപ്പം ഈ ഉഗ്ര ശക്തിയുള്ള പടക്കങ്ങളടക്കം ഈ സമീപത്തെ പുരയിടത്തിൽ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ഇതടക്കം പോലീസ് അവിടെ നിന്ന് പിടിച്ചെടുത്തിട്ടുണ്ട്. കഞ്ചാവടക്കം ഈ വീട്ടിൽ നിന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ പോലീസ് എത്തുമ്പോൾ ആരും തന്നെ ഈ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. വീട് അടച്ചിട്ട നിലയിലായിരുന്നു. മാത്രമല്ല അതിന് പിന്നാലെ തൊട്ടടുത്ത മറ്റൊരു വീട്ടിലേക്കും ഈ പോലീസ് പരിശോധന നടത്തി. ആ വീട്ടിലും കൂടുതൽ അസംസ്കൃത വസ്തുക്കളൊപ്പം ഈ പടക്കങ്ങളും അടക്കം ഈ വീട്ടിലും സൂക്ഷിച്ചിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ വീട്ടിലാണ് പോലീസ് പരിശോധന നടത്തിയത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് രണ്ടാമത്തെ മറ്റൊരു വീടാണ്. ഈ വീടിനോട് ചേർന്ന് തന്നെ സമീപത്തെ പുരയിടങ്ങളുണ്ട്. ഈ പുരയിടത്തിലാണ് ഉഗ്രശക്തിയുള്ള പടക്കങ്ങളടക്കം ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ചാക്കുകളിൽ 2 ചാക്കുകളിലായാണ് പടക്കങ്ങൾ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തിയത്. ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ വീടിനോട് ചേർന്ന് തന്നെ ഒരു പാറമടയാണ്. ഈ പാറമടയിലേക്ക് അടക്കം മാലപ്പടക്കങ്ങളും മറ്റ് പടക്ക നിർമ്മാണ അസംസ്കൃത വസ്തുക്കളും തള്ളി എന്നതാണ് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം. കാരണം ഈ സ്ഫോടനം നടന്നതിന് പിന്നാലെ ഇവിടെ ഉണ്ടായിരുന്ന പടക്കങ്ങളും അതുമായി ബന്ധപ്പെട്ടുള്ള അസംസ്കൃത വസ്തുക്കളും അടക്കം പെട്ടെന്ന് തന്നെ നീക്കം ചെയ്തു എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിശദമായ പരിശോധനയാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നത്. കാരണം ഇത്തരത്തിൽ ഒരു പ്രദേശത്ത് ആൾതാമസം ഉള്ള ഒരു പ്രദേശത്ത് പടക്ക നിർമ്മാണവും മറ്റും നടത്താൻ ഇവർക്ക് അനുമതിയുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ അത്തരത്തിലൊരു അനുമതി നൽകിയിട്ടില്ല എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിൽ കരാറെടുത്തിരുന്ന ഈ തിരുവനന്തപുരം പോത്തൻകോട് സ്വദേശിയായ ആദർശ ഈ സ്ഫോടനത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ്. ആദർശിന്റെ അമ്മയുടെ പേരിലാണ് ഈ ലൈസൻസ് നേരത്തെ ഉണ്ടായിരുന്നത്. 3 മാസം മുമ്പ് ആദർശിന്റെ അമ്മ മരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ലൈസൻസ് പിന്നീട് പുതുക്കിയോ എന്നതടക്കമുള്ള കാര്യങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. എന്തായാലും വളരെ നാടിനെ അടക്കം നടുക്കിയ ഒരു സംഭവമാണ് തൃപ്പൂണിത്തുറയിൽ ഉണ്ടായത്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള നിയമവിരുദ്ധമായ പ്രവർത്തികൾ നടന്നു എന്നതാണ് പോലീസ് ഇപ്പോൾ പരിശോധിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുള്ള വിശദമായ വിവരങ്ങൾ ഉടൻ തന്നെ ശേഖരിക്കുകയും അത്തരത്തിലൊരു നടപടികളിലേക്കും കടക്കുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം.